ഹായ്, ഇന്ന് ഞാൻ എൻ്റെ സെൽഫ് പാമ്പർ റുട്ടീനാണ് ഷെയർ ചെയ്യുന്നത്. ആദ്യം ഞാൻ നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ള ഓയിലാണ്, ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇതിൽ ഞാൻ കാണിക്കുന്ന ഓയിലിൻ്റെ കൂട്ടൊക്കെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഹെയർ ഓയിലിംഗ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബോഡി ഓയിലിംഗാണ് ചെയ്യുന്നത്. ഫേസിൽ, നെക്കിൽ, എല്ലാ ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റീമിങ് ചെയ്യുകയാണ്. മുടിക്കും സ്റ്റീം ചെയ്യും, അതുപോലെ ഫുൾ ബോഡിയിൽ കുറച്ച് നേരം ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും ഫേസൊക്കെ. എന്നിട്ടാണ് നമ്മൾ ബാത്ത് പൗഡർ അപ്ലൈ ചെയ്യുന്നത്. ഇതിനകത്ത് പച്ചപ്പയർ, തൊമര, പച്ചരി, തേങ്ങ ഇത്രയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തേക്കാണ് വെള്ളം ചേർത്ത്. എന്നിട്ട് ഇത് ഹെയറിനും അതുപോലെ നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. അപ്പോൾ രണ്ടും ഒരു മിക്സാണ്, 2 in 1 ആണ്. അപ്പോൾ സ്കിന്നിനും ഞാൻ ഹെയറിനും ഒരേ സാധനം തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതൊരു 20-25 മിനിറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇത് എല്ലായിടത്തും മുടിയിലും സ്കിന്നിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇത് വാഷ് ചെയ്യുന്നത്. നന്നായിട്ട് സ്കിന്ന് സോഫ്റ്റ് ആവുന്നുണ്ട്, മുടിയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്, അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയും. ബോഡിയിൽ ഞാൻ സോപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ തലയിൽ ആ ഒരു പൊടി പൊടി പോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലയിൽ ഷാംപൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് മാത്രം ഷാമ്പൂ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലാക്സ് സീഡ് ജെല്ല് അപ്ലൈ ചെയ്യുവാണ്. ഇതുപോലെ ഫ്ലാക്സ് സീഡ് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി എത്തുമ്പോൾ അത് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് തണുക്കണം. ചൂടൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞിട്ടാണ് ഞാനിത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഇതുപോലെ നല്ല കട്ടിക്ക് ജെല്ലായിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. 2-3 തവണയും കൂടെ ഉപയോഗിക്കാൻ കാണും. അപ്പോൾ ഇത് ഫുൾ മുടിയുടെ ലെങ്ത്തിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ടിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊരു 4 to 5 hours കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെയാണ് മുടി ആയിരുന്നത്. ഇതുപോലെ മുടിയിൽ ആ ഒരു ചേഞ്ച് കേൾസൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു.